എന്തുണ്ടെങ്കിലും ചോദിക്കും, ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. അമ്മക്കുട്ടിയല്ല, ഏട്ടൻകുട്ടിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ ഏട്ടൻ തന്നെയാണ്. നല്ല സപ്പോർട്ടാണ്, നല്ല കെയറിങ് ആണ്. സ്വന്തം ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നല്ല പ്രൗഡ് മൊമെന്റ് ആണ് എനിക്ക്. എന്താ പറഞ്ഞ എന്റെ അച്ഛൻ തന്നെ പറയാം. എന്റെ അച്ഛൻ തന്നെ എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്റെ ഏട്ടൻ തന്നെയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഒരു മാറ്റമില്ല. അതിന് ആ +1 സ്റ്റുഡന്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും. ഞാൻ പറയാറുണ്ട്, നീ ഡിഗ്രി കഴിഞ്ഞു, ഇനിയെങ്കിലും കുറച്ച് മെച്ചേർഡ് ആവുമെന്ന്. പക്ഷെ എല്ലാം കൊണ്ട് അവള് ഒരു 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 8ാം ക്ലാസ് സ്റ്റുഡൻ്റാണ് ഇപ്പോഴും. പിന്നെ 8ാം ക്ലാസ് സ്റ്റുഡൻറ്റ് കുറച്ചും കൂടെ മെച്ചേർഡായിരിക്കും, ഇവിടെ അത്രയും അല്ല. പിന്നെ അമ്മക്കുട്ടിയല്ല, ഏട്ടൻകുട്ടിയാണ്. ഞാൻ പറഞ്ഞു ഒന്നും അവള് ഉൾക്കൊള്ളാറില്ല. അവൻ എന്ത് പറഞ്ഞോ അതേ അനുസരിക്കും. ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഞാൻ പറയും കുഞ്ഞു മോളെന്നാണ്, കുഞ്ഞുകുട്ടി എന്നാണ് വിളിക്കുക. കുഞ്ഞുകുട്ടി ഈ ഡ്രസ്സാണ് നല്ലതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾക്ക് മുഖം തെളിച്ചുണ്ടാവില്ല. ഏട്ടനോട് ചോദിക്കുക. അപ്പോൾ ഏട്ടൻ ഓൾറെഡി അത് പറഞ്ഞാൽ ഓക്കെ, ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കും. വേണോ അങ്ങനെ എനിക്ക് കാര്യസാധ്യത ഞാൻ ഒരിക്കലും ഒരു മക്കളോട് ഒരു കാര്യസാധ്യത ചോദിക്കാറില്ല എന്ന് വരെ. എനിക്ക് അങ്ങനെ ആവശ്യങ്ങളുമില്ല. പിന്നെ ഇല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യസാധ്യത അവനോട് പറഞ്ഞിട്ടോ അവളോട് പറഞ്ഞിട്ടോ എന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുമില്ല. അങ്ങനെ എന്തൊരു കാര്യസാധ്യത എനിക്കറിയില്ല. ഇവളുടെ കാര്യസാധ്യത എന്നെ സമ്മതിക്കാറുണ്ട്. അമ്മ ചേട്ടനോടത്ത് പറയൂ എന്നിട്ട് അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞ് സാധിപ്പിക്കാറുണ്ട്. അവനെ പിന്നെ അങ്ങനെയൊന്നുമില്ല. അവനാണ് പിന്നെ നമ്മുടെ കുടുംബനാഥൻ. പിന്നെ അവളും കൂടിയാണ് കുടുംബനാഥ. കാരണം എന്താ വെച്ചാൽ അവൻ സീരിയലിൽ പോണതുകൊണ്ട് ഞങ്ങൾക്ക് ഡാൻസ് സ്കൂളുണ്ട്, വീട്ടിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവളാണ് ടീച്ചർ. കോളേജ് കഴിഞ്ഞ് വന്നാൽ ഓൺലൈൻ ക്ലാസ്സുകൾ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് വിദേശത്തുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അവൾ. മോനില്ലാത്ത സമയത്ത് അവളെടുക്കും. പിന്നെ വീട്ടിലുള്ള ഡാൻസ് ക്ലാസ്സും പുറത്തും ഡാൻസ് ക്ലാസ് ഇട്ടിട്ടൊക്കെ അവൾ തന്നെയാണ് നടത്തുന്നത്. അതിൽ ഞാൻ ഗ്രേറ്റാണ്. കാരണം അതിൽ അവൾ മെച്ചോർഡെല്ലാം ഞാൻ പറയാൻ പറ്റില്ല. ആ കാര്യത്തിൽ അവൾ ഹൈ ലെവലാണ്. എനിക്ക് അങ്ങനെ സിനിമ ഇപ്പം റിലീസാവണമല്ലോ, റിലീസായതല്ലോ. അങ്ങനെ ഒരു ഇതൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല, ഒന്നും തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് അവൾക്കും ഇല്ല, അവനും ഇല്ല, എനിക്കും ഇല്ല. അങ്ങനെയൊന്നുമില്ല. സിനിമ മേഖല നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ നമുക്ക് രേവതി മാം ഒരു സിനിമയിൽ ഓഫർ തന്നു, അത് അഭിനയിച്ചു, അത്രേ തോന്നിയിട്ടുള്ളൂ. എല്ലാവരും പറയണു നിങ്ങൾ വലിയ ഇനി നടിയാവും അങ്ങനെ എങ്ങനെ. പക്ഷെ നമുക്ക് ഇന്നുവരെ എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇതെന്തപ്പം അങ്ങനെ ആയാൽ എന്താണ് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. അവള് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ആള് നമുക്ക് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല. രേവതി മാം അവളുടെ ഒരു വീഡിയോ കണ്ട് ആ ഒരൊറ്റ വീഡിയോയിൽ ആളെ വിളിച്ച് ഒരു ഓഡീഷനോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ടെസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോയിൽ ഹീറോയിനായിട്ട് ഫിക്സ് ചെയ്യായിരുന്നു. ഒരു പഴംനിയപ്പ എന്ന് പറഞ്ഞൊരു പാട്ടിന് അത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ. അതിൽ ഇത്രയും ഒരു ലീഡ് ക്യാരക്ടർ കൊടുത്ത് രേവതി മാം ഒരു ദിവസം വീട്ടിൽ പോയി, മാമിൻ്റെ വീട്ടിൽ. അപ്പം നമ്മൾ വിചാരിച്ചു സ്ക്രീൻ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പോയി ഇവളുടെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ചു. എന്നിട്ട് മാം പറഞ്ഞു, ഇതാണ് എൻ്റെ ക്യാരക്ടർ, നീ എങ്ങനെയാണോ അത് തന്നെ ആ സിനിമയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം നമ്മൾക്കും ഒന്ന് സിങ് സൗണ്ട് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പഠിക്കാൻ കുറച്ച് വീക്കാണ്, കാണാതെ പഠിക്കലൊന്നും നടക്കില്ല ആൾക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല അത് ഡയലോഗ്സൊക്കെ പഠിച്ച് കാണാതെ പഠിച്ച് പറയാൻ പറ്റും ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എല്ലാവരെയും അവള് അതെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവള് തന്നെയാണോ ഇത് അഭിനയിക്കുന്നത് എന്ന് തോന്നിപ്പോയി. അവള് ഭയങ്കരമായിട്ട്. പിന്നെ അതില് ക്ലൈമാക്സിലെ ഡയലോഗൊക്കെ 1.5 പേജ് 2 പേജ് വരുന്ന ഒരു മുഴുനീളം ഡയലോഗായിരുന്നു. അതൊന്നും ഒരു കട്ട് പോലും ഇല്ലാണ്ട് ഫുള്ളായിട്ട് അങ്ങ് പറഞ്ഞു പോവായിരുന്നു. അപ്പം അതൊക്കെ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ആ സ്ക്രിപ്റ്റിൽ എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഡയലോഗ്സ് പോലും പുള്ളിക്കാരിക്ക് എല്ലാം കാണാതെ അറിയായിരുന്നു.
പിന്നെ ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, ഈ ബ്രദർ സിസ്റ്റർ ഭയങ്കര കൂടുതലാണ് നിങ്ങൾ റീലൊക്കെ എടുക്കും. സാധാരണ പെങ്ങന്മാരൊക്കെ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് പോയിടി എന്ന് പറയുന്ന കാലഘട്ടമാണ്. അപ്പൊ അത് മാറിയിട്ട് അവള് ഭയങ്കര അറിയില്ല, ചെറുപ്പം മുതലേ അങ്ങനെയാണ്. എന്തുണ്ടെങ്കിലും ചോദിക്കും, ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. ഈവൻ ഒന്നും മുടി കെട്ടുകയാണെങ്കിൽ പോലും കണ്ണെഴുതുകയാണെങ്കിൽ പോലും ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചിട്ട് പോലും ചേട്ടാ ഇതുപോലെ അമ്മ സമ്മതിച്ചപ്പില്ല, ചേട്ടൻ സമ്മതിച്ചാലേ അവള് അത്രയും ആള് ഒരു 2 ദിവസമൊക്കെ കാണാതിരിക്കുമ്പോഴേക്കും പിന്നെ ചെറുതായിട്ട് കുറുകലൊക്കെ തുടങ്ങും. മെസ്സേജൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും, എപ്പോഴാ വരും. ഷൂട്ടിനൊക്കെ പോയാലും ആളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, എപ്പോഴാ വരിക. ഈവൻ വീട്ടിലെത്താൻ ലേറ്റ് ആയാലും പുള്ളിക്കാരിയാണ് അമ്മ വിളിച്ച് വരാനായില്ലേ, എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ. ഇപ്പൊ ഈ പറഞ്ഞ മൊബൈലിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ചേട്ടനും? പുള്ളിക്കാരി കുറച്ച് അഡിക്റ്റ് തന്നെയാണ്, പക്ഷെ ഇത്രയും സിനിമയിൽ പറയുന്ന അത്ര അഡിക്റ്റ് ഒന്നും അല്ല. എന്നാലും മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇപ്പൊ എല്ലാവരിലും ഉണ്ട്. എല്ലാവരും മൊബൈൽ ഇല്ലാണ്ട് ഇപ്പൊ 1 മണിക്കൂർ ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ മക്കളെക്കാളും കൂടുതൽ മാതാപിതാക്കളാണ് ഇപ്പൊ. എന്നെ നോക്കരുത്, അമ്മ കുറച്ച് ഗെയിം കളിക്കും, അത്രേ ഉള്ളൂ. ക്യാൻഡി ക്രഷ് നന്നായി കളിച്ചുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യില്ല. ക്യാൻഡി ക്രഷ് ആണ്. അതെ, അത്രേ ഉള്ളൂ. വോയിസ് അവിടെ കേൾക്കുന്നുണ്ടോ അറിയില്ല. സിനിമ എല്ലാവരും പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഇപ്പം ഞങ്ങളും കണ്ടിട്ടില്ല, ഫൈനൽ കണ്ടിട്ടില്ല, പ്രിവ്യൂ മാത്രമാണ് കണ്ടത്. പക്ഷേ ഇപ്പം അടുത്ത ഷോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഫൈനൽ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. മാതാപിതാക്കൾ കുട്ടികളെ നിർബന്ധമായിട്ടും കാണിച്ചിരിക്കേണ്ട ഒരു ഫിലിമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. നല്ല രീതിയിൽ ഉപയോഗിക്കാം, ചീത്ത രീതിയിൽ ഉപയോഗിക്കാം. ഒരു പരിധിയിൽ കവിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ അധികമായാൽ അമൃതം വിഷം എന്ന് പറയില്ലേ, എന്ന പോലെ ഒരു പരിധിയിൽ കവിഞ്ഞ് വരുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് അത് കിട്ടാതെ വരുന്ന സാഹചര്യം. മൊബൈൽ കയ്യിൽ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു കുട്ടി കാട്ടിക്കൂട്ടുന്ന കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയണത്. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. പ്രത്യേകിച്ച് പാരൻസ് എന്തായാലും കാണണം. കാരണം എവിടെ നമുക്ക് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ലിമിറ്റ് വെക്കണം എന്നൊക്കെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ നിലാവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ ആഷ്ലി ചെയ്തത്. അപ്പോൾ ഓരോ വീടുകളിലും ഇതുപോലെയുള്ള നിലാവുകളുണ്ട്. ഇനി ഈ നിലാവുകളൊന്നും ഓരോ വീട്ടിലും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അതെല്ലാവരും പോയി കാണാം സിനിമ. ചേട്ടനെ കുറിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണത് എൻ്റെ ഏട്ടൻ തന്നെയാണ്. പിന്നെന്താ, നല്ല സപ്പോർട്ടാണ്, നല്ല കെയറിങ് ആണ്. എൻ്റെ ഗുരുവാണ്. എനിക്ക് ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. ഇല്ല, എനിക്ക് സ്വന്തം ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നല്ല പ്രൗഡ് മൊമെൻ്റാണ് എനിക്ക്. എന്താ പറഞ്ഞാൽ ചേട്ടൻ കാരണം തന്നെ ഞാൻ കുറേ ഇപ്പോഴും എൻ്റെ ചേട്ടൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിൽ എല്ലാവരുടെയും പറയാ ആഷ്ബിൻ്റെ സിസ്റ്റർ എനിക്കറിയാം. ആഷ്ബിൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് തന്നെ എല്ലാവരും അറിയാറ്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രൗഡ് ചെയ്യുന്നുണ്ട്. ഇനി ആഷ്ലിയുടെ ബ്രദർ എന്ന് പറഞ്ഞു പിന്നെ എന്താ പറയാ, എൻ്റെ അച്ഛൻ തന്നെ പറയാം. എൻ്റെ അച്ഛൻ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എൻ്റെ ഏട്ടൻ തന്നെയാണ്. എല്ലാ പൊട്ടത്തരത്തിനും ഒക്കെ കൂട്ടു നിൽക്കും. പിന്നെന്താ, അമ്മ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി അമ്മയാണ്. എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കും. പിന്നെയും ചേട്ടൻ ഇത്രയും സ്ട്രിക്റ്റായി നിൽക്കുമെങ്കിൽ, ചില കാര്യത്തിൽ സ്ട്രിക്റ്റായി നിൽക്കുമെങ്കിൽ അമ്മ കണ്ണടച്ചിട്ടുണ്ട് വിടും. ഭയങ്കര ഫ്രീ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ കുറേ കുട്ടികൾ നിൽക്കാറൊക്കെ ഉണ്ട്, ക്ലാസ്സിൽ തന്നെ കുട്ടികൾ. എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരെയും ഒരുപോലെ നമ്മുടെ എങ്ങനെയാണോ ഞങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ്
അമ്മയും ഫ്രണ്ട്ലി ആയിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാറ് എന്ത് കാര്യത്തിനും. ഓക്കെ. അപ്പൊ ഈ സിനിമ കരയിപ്പിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സങ്കടം വരാറുണ്ട്. ഇങ്ങനെയുള്ള ഏട്ടനും അനിയത്തിയും ആവട്ടെ, അല്ലെ സഹോദരങ്ങളൊക്കെ ഇതുപോലെ സ്നേഹമുള്ളവരാവട്ടെ അല്ലെ. കാരണം നോർമലി ഇപ്പൊ കാണാൻ അങ്ങനെ ഒത്തിരി കാണുന്നില്ല, കുറവാണ്. എൻ്റെ അടുത്ത് കാണാൻ ഇത്രയും ഡീപ്പായിട്ടൊക്കെ കാണാറില്ല. അപ്പൊ സിനിമ കാണുന്ന അപ്പം എല്ലാവരും ഈ വലയം സിനിമ കാണണം. ഇന്ന് റിലീസാവുകയാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും അമ്മയും മക്കളും അച്ഛനും എല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും പോയിരുന്ന് കാണണം. തീർച്ചയായും കാണണം. കണ്ട് എല്ലാവരും അഭിപ്രായം പറയണം, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഈ വലയം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു. ആ സിനിമയുടെ ഇതിവൃത്തം തന്നെ ഈ മൊബൈൽ അഡിക്ഷനുള്ള ഒരു കുട്ടിയുടെ ഒരു ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. അത് എങ്ങനെ ആ കുട്ടിയുടെ ജീവിതത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് ആണ് ആ സിനിമയിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും പാരൻസും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അത് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് ബാധിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ദ്രോഹം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഉപദ്രവിക്കുന്നത് ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കണ്ടിരിക്കണം എന്നാണ്. അതുകൊണ്ട് പാരൻസിനോടുള്ള റിക്വസ്റ്റ്, സ്കൂൾ അധികൃതരോട് ഉള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ദയവായി കുട്ടികളെ ഈ സിനിമ കാണിക്കുക. അവർ കുറച്ചെങ്കിലും ചിന്തിക്കും ഈ ഫോണിൽ ഇത്രമാത്രം ദ്രോഹം ചെയ്യുന്നുണ്ടോ. കാര്യം അവർ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അവർ മറ്റുള്ളതൊന്നും അറിയുന്നില്ല. ഈ സിനിമ കാണുമ്പോഴാണ് ഞാനും ഇതിലൊരു വ്യക്തിയാണല്ലോ എന്ന് തോന്നുന്നത്. ഇതുപോലൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരുപാട് ആൾക്കാരുടെ ഫോൺ വിളിയും നേരിട്ട് കണ്ട് പ്രശംസ ഏറ്റുവാങ്ങിയതാണ് ഞാൻ. സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ജീവിതം തന്ന സിനിമയാണ് സ്പിരിറ്റ്. അതിൽ പ്ലംബർ മണി എന്ന് പറഞ്ഞ ഭീകരമായ മദ്യപാനിയെ പിന്നെ സിനിമ ഇറങ്ങിയ ശേഷം പല ആൾക്കാരും കണ്ടപ്പോൾ ഞാനും ഇതുപോലെ മദ്യപിക്കുന്ന ആളായിരുന്നല്ലോ, എനിക്ക് അതിൽ നിന്ന് മോചനമുണ്ട്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാനിങ്ങനെ വീട്ടിൽ വന്ന് വഴക്കിടും, ഭാര്യയെ തല്ലൊക്കെ ചെയ്യുന്നല്ലോ, ഞാനിപ്പോൾ അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാരെ എനിക്ക് വഴിയിൽ കാണാൻ സാധിച്ചു. എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ സിനിമയും അതുപോലെ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സിനിമ കണ്ടാൽ മനസ്സിലാവുന്ന പ്രായത്തിലുള്ള കുട്ടികളെ തീർച്ചയായിട്ടും ഈ സിനിമ കാണിക്കണം. ഇത് ഈ മൊബൈൽ ഫോൺ അഡിക്ഷന് ഉണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ചിട്ടുള്ള സിനിമയാണ്. അത് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലൈഫിൽ ഗുണമേ ചെയ്യുള്ളൂ.